വർണ്ണിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യേശുവേ സ്തുതിക്കും. നിന്നത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോനെ, രാജാതിരാജാവായോനെ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോനെ, രാജാതിരാജാവായോനെ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും ദൈവവചനം കേൾക്കുമ്പോൾ കർത്താവ് നിശ്ചയമായി നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കും. ദൈവവചനം എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം അത് ക്രിയ ചെയ്യുന്നു എന്ന് നമുക്ക് ദൈവവചനം വായിക്കുമ്പോഴും അല്ലെങ്കിൽ അത് കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം എന്നോട് സംസാരിക്കുന്നത് ദൈവത്തെ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിനോടും കർത്താവ് ചിലത് സംസാരിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഒരിക്കൽ ഞാൻ ദൈവവചനം വായിക്കുമ്പോൾ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, ജോണെ, ബൈബിൾ വായിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന് ഞാൻ 4-5 ഉത്തരങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഓർമ്മിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ദൈവമായിട്ടുള്ള കൂട്ടായ്മയുണ്ടാവും, ഫെലോഷിപ്പ് ഉണ്ടാകും. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനായി കഴിയും. എന്നാൽ എന്നെ സ്വാധീനിച്ച വാചകമാണ് ഞാൻ പറയുന്നത്. ബൈബിൾ വായിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ജോണെ, ഈ വാക്കുകൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ പുസ്തകത്തിലെ വാക്കുകളല്ല നിന്നെ സ്വാധീനിക്കുന്നത്. പകരം ഈ വാക്കുകൾ വാസ്തവത്തിൽ ദൈവത്തിലേക്ക് നിന്നെ കൊണ്ടുപോവുക ചെയ്യുന്നത്. എന്നെ അത് വളരെ സ്വാധീനിച്ചു. എന്ന് പറഞ്ഞാൽ ഞാനും ദൈവം നമ്മളുടെ റിലേഷനിലേക്ക് അല്ലെങ്കിൽ കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകും. ആ കൂട്ടായ്മയിലായിരിക്കുന്ന സമയത്ത് എന്ത് വാക്കാണോ ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത്, അതാണ് എൻ്റെ അത്ഭുതങ്ങളുടെ രഹസ്യം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ബൈബിൾ വായുമായി പരിചയമില്ലാത്ത ഒരാൾക്ക് ഇത് എന്താണെന്ന് പോലും മനസ്സിലായി കാണത്തില്ല. അവർക്ക് എന്തായി പറയുന്നത് പിടികിട്ടത്തില്ല. പക്ഷെ സിമ്പിളായിട്ട് പറയാം, ബൈബിൾ പറയുന്നത് ബൈബിൾ മെഡിറ്റേറ്റ് ചെയ്യണം, ധ്യാനിക്കണം. ധ്യാനിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഞാൻ പറഞ്ഞേ. നമ്മുടെ അകത്തേക്ക് ബൈബിൾ വായിക്കുമ്പോൾ ചില ചിന്തകളുണ്ടാകും. ആ ചിന്തകളുടെ അടിസ്ഥാനം എന്താണെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ വിശദീകരിച്ചു. ഇന്ന് ഞാൻ വിശദീകരിക്കാൻ എനിക്ക് പ്രയാസമാണ്. കേട്ടിട്ടില്ലാത്തവർ കഴിഞ്ഞ ആഴ്ചത്തെ യൂട്യൂബിലെ മെസ്സേജ് കേട്ടാട്ടെ. ഒരു നല്ല ആമയും പറഞ്ഞേ. കുറച്ചും കൂടെ കയറി പറയാം. ഞാൻ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ എൻ്റെ അകത്ത് ലഭിക്കുന്ന വചനത്തിനെ അല്ലെങ്കിൽ ബോധ്യങ്ങൾക്ക് ഞാൻ ഇന്ന് വിളിക്കുക റേമോ വേർഡെന്ന് ഒരു പക്ഷേ പറയാം. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് പറയാം? ദ വേർഡ് ഓഫ് ദ ലോർഡ്. ഒരു നല്ല ആമേൻ പറഞ്ഞാൽ എൻ്റെ അകത്തേക്ക് ഞാൻ ദൈവവചനത്തെ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമാണ് എൻ്റെ അകത്തേക്ക് വരുന്നത്. ദൈവവചനം വായിക്കുമ്പോൾ എൻ്റെ അകത്തേക്ക് വരുന്ന ശബ്ദത്തിന് വലിയ കാര്യങ്ങൾ കൊണ്ടുവരുവാനായി കഴിയും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ആത്മീയ രഹസ്യം ഞാൻ പറയാം. ദൈവം എന്ത് ചെയ്യുന്നതും അവൻ്റെ വാക്കുകളിലൂടെയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ്റെ വാക്കുകൾ ഇല്ലാതെ ഒരു കാര്യവും ദൈവം ചെയ്തതായി ഞാൻ കണ്ടില്ല. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ദൈവം ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അത് അവൻ ചെയ്യുന്നത് അവൻ്റെ വാക്കുകളിലൂടെയാണ്. ദൈവത്തിനെ വായിക്കുമ്പോൾ നമ്മുടെ അകത്ത് നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്നു. ആ ബന്ധത്തിലേക്ക് വരുന്ന സമയത്ത് ദൈവം തൻ്റെ വാക്കുകളെ എൻ്റെ ഹൃദയത്തിൽ തരും. അതിനെ വേദപുസ്തകം വിളിക്കുന്നത് വേർഡ് ഓഫ് ദ ലോർഡ് എന്നാണ്, ദൈവത്തിൻ്റെ ശബ്ദം എന്നാണ്. ആ ശബ്ദം എവിടെ ആര് വിളിച്ചു പറയുന്നുവോ അവിടെ ആ മിറക്കിൾസ് ഉണ്ടാകുന്നത്, അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. ഞാനിന്ന് രാവിലെ ജിജോ ബ്രദറിനായിട്ട് സംസാരിക്കുമോ.
കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിനെ കുറിച്ചായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. ഇന്ന് രാവിലെ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ജിജോ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ എന്ന് പറഞ്ഞാൽ ബ്രദറിനോട് ഒരിക്കൽ കർത്താവ് പറഞ്ഞു, മിറക്കിൾസ് ആർ നോർമൽ, അത്ഭുതങ്ങൾ സാധാരണമാണ്. ആ വാചകം ദൈവത്തിൻ്റെ ശബ്ദമല്ല. ഞാൻ പറഞ്ഞു അത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. എന്നാണോ അതെന്നോട് ഇടപെട്ടത്, അത് എന്നാണോ ഞാൻ അതേപോലെ വിളിച്ചു പറഞ്ഞത്, ആ ദിവസം അത്ഭുതങ്ങളുടെ ദിവസമാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് നിങ്ങൾക്ക് തരുന്ന ഏത് ശബ്ദവും അത്ഭുതങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യും. ഇന്ന് പകൽ നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വേണ്ടത് ജോൺ ദാരു ബ്രദറിൻ്റെ തലയിലെ കൈവപ്പല്ല, ജോൺ ദാരു ബ്രദറിൻ്റെ പ്രാർത്ഥനയല്ല. അതൊക്കെ ആവശ്യമാണ്, അതൊക്കെ നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് ദൈവം എന്നോട് ഇടപെട്ട ശബ്ദമാണ് നിങ്ങൾക്ക് വേണ്ടത്. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ അകത്തേക്ക് വന്നാൽ അത് സകലത്തെയും ഡെലിവറി ചെയ്യാനായി തുടങ്ങും. എനിക്ക് സങ്കീർത്തനത്തിലൊരു വാക്യം ഇഷ്ടം. ആ വാക്യം എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ശബ്ദം മാൻപേടയെ പ്രസവിക്കുമാറാക്കുന്നു. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല. 29 സങ്കീർത്തനത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ആ വാക്യത്തെ ഞാൻ ഒരിക്കൽ വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവത്തിൻ്റെ കനമുള്ള ശബ്ദമായിരിക്കും, ഭയങ്കര ശബ്ദമായിരിക്കും. ആ ശബ്ദം കേട്ടിട്ട് മാൻ അറിയാതെ പ്രസവിക്കുന്നതിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇന്ന് എനിക്കൊരു കാര്യം അറിയാം, മാൻ ഭയപ്പെട്ട് പ്രസവിക്കുന്നതിനെ കുറിച്ചല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പകരം ദൈവശബ്ദം എവിടേക്ക് ചെല്ലുന്നുവോ അവിടെ ഡെലിവറൻസുകൾ ഉണ്ടാകാനായി തുടങ്ങും. കൈകളടിച്ചിരുന്നല്ലേ? ആമേൻ പറ. ശബ്ദം ഹല്ലേലൂയ പറ. ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയാൽ അവിടെ ചിലതുണ്ടാകാനായി തുടങ്ങും. അവിടെ ചിലതുണ്ടാകാനായി തുടങ്ങും. അവിടെ ചില ഡെലിവറൻസുകൾ ഉണ്ടാകാൻ തുടങ്ങും. കഴിഞ്ഞില്ല, ദൈവത്തിൻ്റെ വചനം എവിടെ ചെല്ലുന്നോ അവിടെയെല്ലാം ഒരു പുതിയ ജനനം ഉണ്ടാകാൻ തുടങ്ങും. അതുകൊണ്ട് മാൻപേടയെ പ്രസവിക്കുമാറാക്കുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ചിലരോട് എനിക്ക് പറയാനുള്ളത്, ചില ഡെലിവറൻസുകൾ അവിടെ ഉണ്ടാകാൻ പോകുന്നു. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിനെ നിങ്ങളെ വിടുവിക്കാനായി കഴിയും. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിനെ നിങ്ങളെ ഡെലിവറി ചെയ്യാനായി കഴിയും. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിനെ നിങ്ങൾക്ക് ഒരു പുതിയ ജനനം തരാൻ കഴിയും. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിനെ ചിലതിനെ ഉളവാക്കാനായി കഴിയും. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിനെ ഒരു നല്ല ആമേൻ പറ, നല്ല ആമേൻ പറ. ഇതുവരെ ഉളവാക്കാത്തത് ഉളവാക്കുവാൻ അതിന് കഴിയും. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിനെ നിങ്ങളിൽ ഇതുവരെ വിടുതൽ കൊണ്ടുവരാൻ കഴിയാത്ത ഏത് കാര്യമാണോ ഈ പകൽ അതിന് വിടുതൽ കൊണ്ടുവരാൻ കഴിയും. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിന് ഒരു പുതിയ ജനനത്തെ കൊടുക്കാൻ കഴിയും. കുറച്ചും കൂടെ കയറി പറയുക, ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിന് ഒരു ജീവനെ പുറത്തു കൊണ്ടുവരാനായി കഴിയും. ഞാനതിന് അടിസ്ഥാനമായി ചില ചിന്തകൾ കൂടെ പറഞ്ഞു. ആ വാക്യത്തിലേക്ക് വന്നിട്ട് ഇന്നത്തെ ചിന്തയിലേക്ക് വരാം. 1 ശമൂവേൽ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെയില്ലായിരുന്നു. ഞാൻ ആ വാചകം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നോക്ക്, ദൈവത്തിൻ്റെ വചനം അവിടെ ഇല്ലായിരുന്നു, ദുർലഭമായിരുന്നു എന്ന വാക്കിനെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ബൈബിളില്ലായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ ബൈബിളിൻ്റെ സ്ക്രോളുകളില്ലായിരുന്നു എന്നാണ്, ബൈബിൾ കിട്ടാനില്ലായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനമില്ലായിരുന്നു എന്നാണ്. അന്ന് അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അന്നും സുനഗോഗുകളിൽ യഹൂദൻ്റെ ആലയങ്ങളിൽ എന്ത് പ്രസംഗിക്കുന്നുണ്ട്, അന്നും ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്ന വചനത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൽ നിന്ന് കേട്ടുപറയുന്ന വചനം അന്നില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് ആരുമില്ലായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ അതിനെയാണ് അവിടെ ദൈവവചനമില്ലായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ, ഈ ദിനങ്ങളിൽ ദൈവസഭയിൽ ഉണ്ടാകാൻ പോകുന്നത് ദൈവശബ്ദമായി ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. സഭയ്ക്ക് വേണ്ടത് പ്രസംഗകരെ അല്ല, ദൈവശബ്ദത്തെ ഡെലിവറി ചെയ്യുന്നവരെയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, സഭയ്ക്ക് വേണ്ടത് പ്രസംഗിക്കുന്നവരെ അല്ല, ദൈവശബ്ദത്തെ ഡെലിവറി ചെയ്യുന്നവരെയാണ്. ഈ ദിവസങ്ങളിൽ സഭയ്ക്ക് വരാൻ പോകുന്ന ദൂത്, സഭയിൽ പ്രസംഗിക്കുന്നവരല്ല, ദൈവശബ്ദത്തെ ഡെലിവറി ചെയ്യുന്ന ആളുകൾ വരും. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ചർച്ചിൽ പ്രസംഗിക്കുന്നവരല്ല വേണ്ടത്,
ദൈവശബ്ദത്തെ തുറന്നു വിടുന്നവർ, ദൈവശബ്ദത്തെ പ്രസവിക്കുന്നവർ, ദൈവശബ്ദത്തെ പ്രസവിക്കുന്നവർ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആമീൻ പറ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവശബ്ദം എവിടെയെല്ലാം പ്രസംഗിക്കുന്നുവോ ദൈവത്തിന്റെ ശബ്ദത്തിനോടൊപ്പം തന്നെ ഒരു സംഭവം ഉണ്ടാകും, അവിടെ ദർശനമുണ്ടായി വരും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. മാനിഫെസ്റ്റേഷൻ ഉണ്ടായി വരും. ദൈവത്തിന്റെ ശബ്ദം എവിടെയെല്ലാം സംസാരിക്കുന്നുവോ അവിടെ 3-4 കാര്യങ്ങളുണ്ടാകും. കേൾക്കുന്നയാൾക്ക് ദർശനമുണ്ടാകും, പറയുന്നയാൾക്ക് ദർശനം ഉണ്ടാകും, കേൾക്കുന്നയാൾക്ക് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ദൈവശബ്ദം എന്ന് പറയുന്നത് അത് ശബ്ദമായിട്ട് മാത്രമല്ല വരുന്നത്, അത് അവന്റെ ആളത്വമായാണ് വരുന്നത്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഭയങ്കര ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് എനിക്കൊരു ചിന്ത ലഭിച്ചു, അത് ചിന്തയായിട്ട് ഞാൻ പറയത്തില്ല, അത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം നിങ്ങളുടെ അകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് അത് വെറും ഒരു ശബ്ദമല്ല, ദൈവം ആളത്തമായി നിങ്ങളുടെ അടുക്കലുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്നും കൂടെ പറയാം, ദൈവം ആളത്വമായി നിങ്ങളുടെ അടുക്കലുണ്ട്. ദൈവം ആളത്വമായി നിങ്ങളുടെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞ പുസ്തകം ധ്യാനിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. വചനം ധ്യാനിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. ദൈവത്തിന്റെ ശബ്ദം എവിടെ ആരെങ്കിലും കേൾക്കുന്നുവോ ആ ശബ്ദത്തിനോടൊപ്പം മാനിഫെസ്റ്റേഷൻ ഉണ്ട്. ആരെങ്കിലും ശബ്ദം വിളിച്ചു പറഞ്ഞാൽ ആ ശബ്ദത്തിനോടൊപ്പം മാനിഫെസ്റ്റേഷൻ ഉണ്ട്. ഒന്നും കൂടെ ഞാൻ ചിലർ ദൂതായി പറയുക, നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ മുറിയിലിരുന്ന് കേൾക്കുമ്പോൾ അത് കേട്ടു എന്ന് പറയരുത്, അവിടെ ദൈവം വെളിപ്പെട്ടു എന്ന് പറയണം. അവിടെ ദൈവം വെളിപ്പെട്ടു എന്ന് പറയണം. അതൊരു ശബ്ദമല്ല, അത് ദൈവം തന്നെയാണ്. അതൊരു ശബ്ദമല്ല, അത് ദൈവം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ശ്രദ്ധിച്ചേ, ഇങ്ങനെ പറഞ്ഞു, അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ടു, അവൻ വേർഡ് ഓഫ് ദി ലോർഡ് കേട്ടു. പക്ഷേ വെറും ഒരു ശബ്ദമായിട്ടല്ല അബ്രഹാം കേട്ടത്, അതിനോടൊപ്പം ദർശനങ്ങൾ വന്നു, അതിനോടൊപ്പം മാനിഫെസ്റ്റേഷൻ വന്നു. അബ്രഹാമിന്റെ കൈ പിടിച്ച് ദൈവം നേരെ പുറത്തോട്ട് കൊണ്ടുപോകുന്നത് കാണാം. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് ശബ്ദമായിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ആ ശബ്ദം തോന്നുമ്പോൾ, എൻ്റെ ഹൃദയത്തിൽ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നോക്കണം, ഈ ഇടത്താരാ നിൽക്കുന്നത്, വലത്താരാ നിൽക്കുന്നത്, എൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ, എൻ്റെ മുമ്പിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ആ ദൈവശബ്ദത്തിനോടൊപ്പം ഒരു മാനിഫെസ്റ്റഡ് പ്രസൻസ് ഉണ്ട്. മാനിഫെസ്റ്റഡ് പ്രസൻസ് ഉണ്ട്. മാനിഫെസ്റ്റഡ് പ്രസൻസ് ഉണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിന് പറയാം, ഞാൻ ആരാധിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ളത്, ഞാൻ വചനം ധ്യാനിക്കുമ്പോൾ അവൻ തന്നെ അവിടെ ഉണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ വേർഡ് ധ്യാനിക്കുമ്പോൾ അവൻ തന്നെ അവിടെ ഉണ്ട്. ഞാൻ വേർഡ് ധ്യാനിക്കുമ്പോൾ അവൻ തന്നെ അവിടെ ഉണ്ട്. അതുകൊണ്ടാ സങ്കീർത്തനത്തിൽ പറഞ്ഞത്, എൻ്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ. എല്ലാവരും പറഞ്ഞേ, അവൻ എങ്ങനെ ഇരിക്കും? തോട്ടരുകത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലിരിക്കും എന്ന് പറഞ്ഞേ. അവൻ എന്തിരിക്കും? അവൻ തോട്ടരുകത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലിരിക്കും. അടുത്ത വാചകം എന്തറിയോ? അവന് ഇലവാടുകയില്ല. അതിന്റെ അർത്ഥം മനസ്സിലായോ? ഒരു സീസണും അവനെ തൊടുകയില്ല, ഒരു ക്ലൈമറ്റും അവനെ തൊടുകയില്ല, ഒരു സാഹചര്യവും അവനെ തൊടുകയില്ല. ധ്യാനിക്കുന്നവനെ ഒന്നും തൊടത്തില്ല, വേർഡിനെ ധ്യാനിക്കുന്നവനെ ഒന്നും തൊടുകയില്ല. കഴിഞ്ഞില്ല. വേർഡ് ധ്യാനിക്കുന്നതിനെ കുറിച്ച് പറയുക, അവൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും, അവനിൽ ചിലത് ഉളവായിക്കൊണ്ടേയിരിക്കും, അവനിൽ ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇന്ന് ചിലരെ നോക്കി ഒരു ദൂത് പറയുക, ഞാന് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കാൻ പോകുന്നത്, ഞാൻ സഭയോടൊരു ദൂത് പറയട്ടെ, സഭയോടൊരു ദൂത്. സഭ വചനത്തിൽ വേരൂന്നിയായിരിക്കുന്നതെങ്കിൽ ഒരു വെയിലും അതിനെ തൊടത്തില്ല.
ഒരു കാലം അതിനെ തൊടത്തില്ല, ഒരു സാഹചര്യം അതിനെ തൊടത്തില്ല. എനിക്ക് സഭയിൽ കുറച്ചുപേരെ അറിയാം, അവർ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ കുറച്ചുപേരെ, വളരെ കുറച്ചുപേരെ പോലും അറിയത്തില്ല, ധ്യാനിക്കുന്നവരെ അറിയത്തില്ല. എന്നാൽ വചനം ധ്യാനിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ സാഹചര്യങ്ങൾ ഒന്നും അവരെ വാട്ടുകയില്ല, അവരെ തളർത്തുകയില്ല, ഫെയിൻ്റ് ആകുകയില്ല, ക്ഷീണിച്ചു പോകത്തില്ല, തളർന്നു പോകത്തില്ല, ഇടർച്ചപ്പെടുകയില്ല, വേദനിക്കപ്പെടുകയില്ല. ഒരു പാസ്റ്റർ ഒരിക്കൽ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പാണ്ടായി പോയില്ലേ. ഞാൻ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. അതിന്റെ കാരണം എന്താണെന്നറിയോ? ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഞാൻ ഫെയിൻ്റായി പോകത്തില്ല. വാടാത്ത വൃക്ഷമാണ്, വാടാത്ത വൃക്ഷമാണ്. അടുത്തിരിക്കുന്നവരോട് പറ, വാടാത്ത വൃക്ഷമാണ്, വാടാത്ത വൃക്ഷമാണ്. സാഹചര്യങ്ങളിൽ വാടാത്തത് ആരാന്ന് ചോദിച്ചാൽ, ആരാണോ ധ്യാനിക്കുന്നത് അവരാണ് വാടാത്തത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരുന്നേ ഉള്ളൂ ഞാൻ, കേട്ടോ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ധ്യാനിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഞാൻ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ആ കേൾക്കുന്നതാണ് എൻ്റെ വാട്ടമില്ലായ്മയുടെ കാരണം. പ്രതിസന്ധി വരത്തില്ലെന്നുമല്ല, വെയിൽ അടിക്കത്തില്ലെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷെ അകത്തുള്ളത് പുറത്തേക്ക് ചലിക്കാൻ തുടങ്ങും, അകത്തുള്ളത് പുറത്തേക്ക് ചലിക്കാൻ തുടങ്ങും, അകത്തുള്ളത് പുറത്തേക്ക് ചലിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് യോശുവയോട് ദൈവം പറഞ്ഞത്, നിന്റെ ജീവിതകാലത്ത് ഒരുത്തനും നിന്റെ നേരെ നിൽക്കത്തില്ല. നിന്റെ ജീവിതകാലത്ത് ഒരുത്തനും നിന്റെ നേരെ നിൽക്കത്തില്ല. സഭയോട് ഞാനൊരു ദൂത് പറയുക, സഭയെ നിന്റെ നേരെ ഒരുത്തനും നിൽക്കുകയില്ല, നിനക്ക് നേരെ ഒരുത്തനും നിൽക്കുകയില്ല, നിന്റെ ജീവിതകാലത്ത് ഒരുത്തനും നേരെ നിൽക്കുകയില്ല. അടുത്ത വചനം പറയുക, ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ നിന്റെ കൂടെ ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിനെ വിഭാഗിക്കും, ഞാനത് ചെയ്യാം. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ച ന്യായപ്രമാണം അനുസരിച്ച് നടക്കേണ്ടതിന് ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. നീ ചെല്ലുന്നിടത്തേക്കെയും ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണത്തിൽ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിനെ നീ രാവും പകലും അതിനെ ധ്യാനിക്കണം. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, നിന്റെ ഹൃദയത്തിൽ അത് വ്യാപരിക്കാൻ തുടങ്ങണം, നിന്റെ ഹൃദയത്തിൽ അത് വ്യാപരിക്കാൻ തുടങ്ങണം, നിന്റെ വായിൽ അത് വ്യാപരിക്കാൻ തുടങ്ങണം. ദൈവത്തിൻ്റെ ശബ്ദം എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. ഓരോ പ്രാവശ്യവും ദൈവത്തിൻ്റെ ശബ്ദം വെളിപ്പെടുമ്പോൾ അത് ദൈവം തന്നെ എന്നിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവനാണ് എന്നിൽ വെളിപ്പെടുന്നത്, അവനാണ് എന്നോട് സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു വചനം നിങ്ങളോട് ഇടപെട്ടുവെങ്കിൽ കർത്താവ് നിങ്ങളോട് സംസാരിച്ചു എന്ന് അതിനെ കണ്ടാട്ടെ, ആ മാനിഫെസ്റ്റേഷനെ നിങ്ങൾ മനസ്സിലാക്കിയാട്ടെ. പലപ്പോഴും നമ്മളതിനെ കാര്യമാക്കാറില്ല. എന്നാൽ കർത്താവ് എന്നോട് സംസാരിക്കുന്നുവെന്ന് ഒരാൾ തിരിച്ചറിയുമ്പോൾ അതിൻ്റെ വാല്യൂ വളരെ വലുതാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഡോക്ടർമാർ സർജറി വേണമെന്ന് പറഞ്ഞ ഒരു പ്രയാസത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായി രക്ഷിച്ച ഒരു അത്ഭുത സാക്ഷ്യമായിട്ടാണ് ഈ കുടുംബം നമ്മുടെ നടുവിലായിരിക്കുന്നത്. ഈ സഹോദരിയുടെ പേര് പുഷ്പലത, സഹോദരൻ്റെ പേര് മധു. ഇവർ ആര്യനാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഈ സഹോദരിക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് 1.5 വർഷത്തോളമായിട്ട് കഠിനമായ വയറുവേദനയായിരുന്നു. അത് തുടക്ക സമയങ്ങളിൽ 1-2 ദിവസങ്ങളിലായിരുന്നു. പക്ഷേ സിസ്റ്റർ പറയുന്നു, ഈ കഴിഞ്ഞ 4-5 മാസമായിട്ട് ആ വേദന വന്നാൽ 4-5 ദിവസത്തോളം സിസ്റ്ററിന് കഠിനമായ വേദനയായിരുന്നു. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല.
ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിച്ചാൽ പോലും ഛർദ്ദിക്കുമായിരുന്നു. അങ്ങനെ അവർ അത്രയും ക്രിട്ടിക്കലായിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർമാർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ വയറിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നൊരു അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു. അത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. അങ്ങനെ അവരോട് ആവശ്യപ്പെട്ടു. അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അവർ സ്കാൻ ചെയ്ത ആ റിപ്പോർട്ടും കാര്യങ്ങളും, പക്ഷേ സഹോദരി മെഡിക്കൽ കോളേജിലാണ് കാണിച്ചത്. ആ വന്ന ദിവസങ്ങളിൽ, അതിൻ്റെ അടുത്ത ദിവസങ്ങളിലെല്ലാം സിസ്റ്ററിന് പിന്നെയും വേദന വന്നതിനെ തുടർന്ന് അവർ അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെയും അവർ ഇതേ അനുഭവമാണ് പറഞ്ഞത്. പക്ഷേ ഈ സഹോദരി പറയുന്നത് സ്കാൻ ചെയ്തിട്ട് ആ റിപ്പോർട്ടുമായിട്ട് സർജറി ചെയ്യണമെന്നുള്ള അന്നപ്പോൾ സിസ്റ്റർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചത്, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കണം, ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ് എന്ന ഉറപ്പോടുകൂടി കഴിഞ്ഞ സൺഡേയിൽ നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ജോൺ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. പക്ഷേ സിസ്റ്റർ പറയുന്നത് പ്രാർത്ഥിച്ച് വീട്ടിൽ പോയ സമയത്ത് തന്നെ തൻ്റെ വയറിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അനുഭവം അറിയാമായിരുന്ന സഹോദരി ആ സമയത്ത് തന്നെ ആ വ്യത്യാസം മനസ്സിലാക്കിയെന്ന് പറയുന്നു. അടുത്ത ദിവസം ആ ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാനിങ് റിപ്പോർട്ട് ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നു, ഇതിൽ അങ്ങനെ ഒരു പ്രയാസമില്ല, നിങ്ങൾക്ക് സർജറി വേണ്ട. അങ്ങനെ ഒരു അത്ഭുത സാക്ഷ്യമായിട്ടാണ് ഈ സഹോദരി നമ്മുടെ നടുവിലായിരിക്കുന്നത്. സിസ്റ്റർ എന്ന് പറയാം, എത്ര മാസമായി കാണും ഈ പ്രയാസം തുടങ്ങിയിട്ട്? 4-5 മാസം കൊണ്ട്. 5 മാസത്തോളം ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത്? അത് എന്തെങ്കിലും പറഞ്ഞോ? അതൊക്കെ ഡോക്ടർക്ക് പറയാൻ പറ്റുന്നില്ല. ഡോക്ടർ അതെന്താണെന്ന് പറഞ്ഞില്ല. സ്കാൻ ചെയ്തപ്പോൾ അകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നു, അതുകൊണ്ടാണ് ഈ പ്രയാസം എന്ന് പറഞ്ഞു. ഡോക്ടർ സർജറി എന്നത്തേക്കാണ് പറഞ്ഞിരുന്നത്? സർജറി അനസ്തേഷ്യ ഡോക്ടറെ കണ്ട് എല്ലാ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് സിസ്റ്റർ ഇവിടെ വരുവാനിടയായത്. അറിയാം സിസ്റ്ററിനെ, അറിയാം സിസ്റ്ററിനെ തന്നെ അറിയാം. ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ച വന്ന് പ്രാർത്ഥിച്ചു. തിരിച്ചു മടങ്ങി പോകുമ്പോൾ തന്നെ സിസ്റ്റർ മനസ്സിലായി കർത്താവ് തൊട്ടു എന്ന് മനസ്സിലായി. ഇപ്പൊ യാതൊരു പ്രയാസവുമില്ല. ഡോക്ടറെ കാണിച്ച റിസൾട്ടുമായിട്ടാണോ നിൽക്കുന്നത്? വയറ്റിൽ ഇപ്പോൾ വെള്ളമില്ല. എന്ത് ഡോക്ടർ പറഞ്ഞതെന്ന് പറയാവോ? ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രയാസമേ വയറ്റിലില്ല. ആ കാണിച്ച ഡോക്ടറെ തന്നെയാണോ പിന്നെയും കാണിച്ചത്? ഹല്ലേലൂയ. ആ കാണിച്ച ഡോക്ടറെ തന്നെയാണ് പിന്നെയും കാണിച്ചത്. ഡോക്ടർ പറയുന്നത് ഇങ്ങനെ യാതൊരു പ്രയാസവും ഇല്ലെന്നാ. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന റിസൾട്ടിനെ കുറിച്ച് എന്താ പറഞ്ഞത്? നേരത്തെ വെള്ളം ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. തലേ ദിവസം ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോഴും പറഞ്ഞു നീരിങ്ങനെ കെട്ടിക്കിടക്കുന്നതായിട്ടുണ്ട്, ഒന്നുകൂടി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. കരങ്ങളെ അടിച്ചെന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ജീവിക്കുന്ന ഒരു ദൈവം ഇന്ന് നമുക്ക് വേണ്ടിയുണ്ട്. ജീവിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ഇന്ന് ആരെങ്കിലും സർജറി പറഞ്ഞിട്ടാണ് ആയിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്താട്ടെ. ഇപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്താട്ടെ. നിങ്ങൾ ആ സൗഖ്യമായിട്ടേ മടങ്ങി പോകത്തുള്ളൂ. കർത്താവ് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. താങ്ക് യു ജീസസ്. ബ്രദർ സിസ്റ്ററിന്റെ പേര് കുരിശമ്മ, കഠിനംകുളത്തുനിന്ന് വരുന്നു. ഈ സിസ്റ്ററിൻ്റെ അനിയത്തിക്ക് തലയിൽ മുറിവുണ്ടായതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി. അന്ന് രാത്രി തലയിൽ അതിവേദന ഉണ്ടായതിനെ തുടർന്ന് നമ്മുടെ ചർച്ചിലെ ലീഡേഴ്സിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം തലവേദന മാറിപ്പോയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. അപ്പോൾ അതിനെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഇവരോരോരുത്തരും ആയിരിക്കുന്ന ദൈവിക അനുഭവങ്ങൾക്കായി നന്ദി പറയുന്നു. ക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വ്യക്തിക്കും പറയാൻ കഴിയുന്നത് കർത്താവ് എന്നെ ഇതുവരെ നടത്തിയെന്ന്. അപ്പോൾ ഇവരുടെ ജീവിതത്തോട് വാദിക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും കർത്താവെ അവിടുന്ന് കരുതുന്നതോർത്ത് നന്ദി പറയുന്നു. അപ്പോൾ കരുതുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അപ്പോൾ കോസ്മെറ്റിക്സിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണാം. കർത്താവിൻ്റെ അത്ഭുതകരം ആ വ്യക്തിയുടെ ലൈഫിലായിരിക്കുന്ന സാമ്പത്തിക മേഖലയെ തൊടുന്നത് കാണാം. അതിന്മേലൊരു വർധനവിനെ കൊടുക്കുന്നത് കാണാം. അപ്പോൾ അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ ആ സാമ്പത്തികമായ അടുത്ത അനുഭവത്തിലേക്ക് വരട്ടെ, അടുത്ത നിലവാരത്തിലേക്ക് വരട്ടെ അപ്പാ, അടുത്ത നിലവാരത്തിലേക്ക് വരട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ ഷെല്ലുകൾ പതിപ്പിച്ച് വർക്കുകൾ ചെയ്യുന്ന, ക്ലോത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണും. ആ വ്യക്തിയുടെ ലൈഫിനോടും കർത്താവ് ഇടപെടുന്നത് കാണാം. അപ്പോൾ അവിടുന്ന് ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു. ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് വാരിയലുകൾക്ക് പ്രയാസമായിരിക്കുന്ന അതിൽ ഒടിവൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ അതിനൊരു സ്ഥാനചലനം പോലെ തോന്നുന്നു ആയിരിക്കുന്നു. ആ വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ, സൗഖ്യമുണ്ടാകട്ടെ അപ്പാ.
സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. അവിടുന്ന് കൊടുക്കുന്ന വിടുതലിനായി നന്ദി അപ്പോൾ. അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കണം അപ്പാ. ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കണം അപ്പാ. അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ വിടുതലുണ്ടാകട്ടെ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ നമുക്കായിരിക്കാം. ഗോഡ് ബ്ലസ് യു.